സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിശുദ്ധ നാമത്തെയും അങ്ങ് ഏൽപ്പിച്ച ശുശ്രൂഷയും തങ്ങളുടെ വ്യക്തിപരമായ ലാഭങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നവരുടെ പ്രവൃത്തികളോർത്ത് ഞങ്ങൾ വേദനയോടെ അങ്ങയുടെ മുൻപിൽ വരുന്നു. അതെ കർത്താവേ, ഇടയന്മാർ സേവിക്കാനും താഴ്മയോടെ അങ്ങയുടെ ജനത്തെ നയിക്കാനുമാണ് വിളിക്കപ്പെട്ടത്, അല്ലാതെ അവരെ ചൂഷണം ചെയ്യാനല്ലല്ലോ. കരുണയുള്ള ദൈവമേ, അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധികാരത്തിലിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കണമേ. കർത്താവേ, പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം നൽകണമേ. യഥാർത്ഥ മാനസാന്തരത്തിനുള്ള കൃപ നൽകണമേ. ആരും കപടവേഷങ്ങൾക്ക് പിന്നിൽ ഒളിക്കാതിരിക്കട്ടെ. അങ്ങെല്ലാം കാണുന്നുവല്ലോ. നല്ല ഇടയനായ യേശുവേ, അങ്ങേപ്പോലെ വിശുദ്ധിയിലും അനുകമ്പയിലും ത്യാഗത്തിലും ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇടയന്മാരെയും സഹായിക്കണമേ. പൗലോസ് അപ്പൊസ്തലനെ പോലെ സുവിശേഷത്തിനുവേണ്ടി അധ്വാനിക്കാനും കഷ്ടം സഹിക്കാനും അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരിൽ പ്രതിഫലിപ്പിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, വിശ്വസ്തരായി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. പ്രശംസയ്ക്ക് വേണ്ടിയല്ല, അങ്ങയുടെ നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ അങ്ങ് ഉയർത്തണമേ. ദുർബലരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും മതത്തിന്റെ മുഖമൂടിയണിഞ്ഞ ചെന്നായ്ക്കളിൽ നിന്ന് അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങയുടെ വെളിച്ചം എല്ലാ ഇരുട്ടിനെയും തുറന്നുകാട്ടട്ടെ. പിതാവേ, വഴിതെറ്റിപ്പോയ ഇടയന്മാർക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകി യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിച്ച് അങ്ങയുടെ പക്കലേക്ക് മടക്കിക്കൊണ്ടുവരണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ശുശ്രൂഷകരാകട്ടെ, അൽമായരാകട്ടെ, ക്രിസ്തുവിന്റെ വിശുദ്ധി പ്രതിഫലിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ സഹായിക്കണമേ. അങ്ങയുടെ സഭ വീണ്ടും വിശുദ്ധിക്കും സ്നേഹത്തിനും സാക്ഷ്യം വഹിക്കുന്നൊരിടമായി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.